അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ചാനലിലെ പോസിറ്റീവ് പറഞ്ഞവരുടെ മാത്രം സക്സസ് സ്റ്റോറിയുടെ 45-ാം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാഷാ അല്ലാഹ്, നമ്മുടെ ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലുമൊക്കെയായി പോസിറ്റീവായി എന്ന് സന്തോഷം പറഞ്ഞ 33 പേരുടെ കമൻറ്റുകൾ ആണ് ഈ വീഡിയോയിലുള്ളത്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം പോസിറ്റീവായ കുറേ പേരെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഇതോടുകൂടെ 816 പേരുടെ പോസിറ്റീവ് കമൻറ്റുകളാണ് നമ്മുടെ ചാനലിൽ നിങ്ങൾ കാണുന്നത്. അള്ളാഹു എല്ലാവർക്കും നിലനിർത്തി കൊടുക്കട്ടെ. വൈകാതെ തന്നെ ഇവിടെ മക്കളില്ലാതെ വിഷമം പറയുന്ന എല്ലാവർക്കും അള്ളാഹു ഇതുപോലെ സന്തോഷം പറയാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്ക് കമൻറ്റുകൾ നോക്കാം. ആദ്യ കമൻറ്റ് അഹമ്മദ് കബീർ. അൽഹംദുലില്ലാ, ഇക്ക ഇന്ന് പോസിറ്റീവ് റിസൾട്ട് കിട്ടി. മാരേജ് കഴിഞ്ഞിട്ട് 2 വർഷമാകാനായി. ഇക്കാൻ്റെ എല്ലാ ടിപ്സും ഫോളോ ചെയ്യുന്നുണ്ട്. 4444 വട്ടം നാരിയത്ത് സ്വലാത്ത് ചൊല്ലി ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി 1,00,000 ഇസ്തിഗ്ഫാർ ചൊല്ലി പിന്നെ നെച്ചിക്കാട് ബൈത്ത്, യാസീൻ, ഫാത്തിഹ എല്ലാം ഓതാറുണ്ട്. മറിയം സൂറത്ത് എപ്പോഴും ഓതാറുണ്ട്. പിന്നെ ഈ അറഫാ ദിനത്തിൻ്റെ രാത്രി കുൽഹു അല്ലാഹു അഹദ് നിസ്കാരവും നിസ്കരിച്ചു. അൽഹംദുലില്ലാ, അള്ളാഹു തആല ഹൈറാക്കി തരട്ടെ. അടുത്ത കമൻറ്റ് അഞ്ജു അഞ്ജലി. ഞാനും പോസിറ്റീവ് ആയിക്ക. വലിയ താങ്ക്സ്. അള്ളാഹു തന്നതിനെ നിലനിർത്തി തരാൻ പ്രാർത്ഥിക്കണം. അതോടൊപ്പം ഇതുപോലെ ഒരു കുഞ്ഞില്ലാതെ സങ്കടപ്പെടുന്ന എല്ലാവർക്കും കുഞ്ഞിനെ കൊടുക്കണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നെച്ചിക്കാട് ബൈത്ത് ചൊല്ലാത്തവർ അത് തീർച്ചയായും ചൊല്ലണം. റിസൾട്ട് കിട്ടും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത കമൻറ്റ് അസീന ഷിജാസ്. അൽഹംദുലില്ലാ, പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാനും പ്രഗ്നൻ്റായി. ഇക്ക ഇടുന്ന എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ടായിരുന്നു. അതിൽ പറയുന്ന പോലെ ചെയ്യാറുമുണ്ടായിരുന്നു. ആദ്യം എനിക്ക് ഒരു അബോർഷൻ കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ചെറിയ ഒരു പേടിയുണ്ട്. ഇതും പോകുമോ എന്ന് അള്ളാഹു തആല ഹൈറാക്കി തരട്ടെ. അടുത്ത കമൻറ്റ് അഷ്റഫ്. അൽഹംദുലില്ലാ, 6 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾക്കും പോസിറ്റീവായി. ചാനലിലെ ടിപ്സ് ഫോളോ ചെയ്തിരുന്നു. എല്ലാം നല്ല രീതിയിലാവാൻ ഇക്ക ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ് ബാബു വി പി. അൽഹംദുലില്ലാ, ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞാനും പ്രഗ്നൻ്റായി. 2.5 വർഷമായി മാരേജ് കഴിഞ്ഞിട്ട്. എനിക്ക് PCOS ഉണ്ടായിരുന്നു. ഞാൻ അതിന് മരുന്ന് കഴിച്ചിരുന്നു. പിന്നെ ഇക്കാൻ്റെ കുറേ ടിപ്സും ഫോളോ ചെയ്തിരുന്നു. നെച്ചിക്കാട് ബൈത്തും മറിയം സൂറത്തും ഞാൻ സ്ഥിരമായി ചൊല്ലിയിരുന്നു. 1,00,000 ഇസ്തിഗ്ഫാർ നേർച്ചയാക്കിയിട്ടുണ്ട്. 7 ദിവസം നോമ്പെടുത്തിരുന്നു. കുൽഹു അല്ലാഹു അഹദ് ഓതിയുള്ള നിസ്കാരം, അങ്ങനെ പലതും ചെയ്തിരുന്നു. അൽഹംദുലില്ലാ, അങ്ങനെ അള്ളാഹു ഞങ്ങളെയും അനുഗ്രഹിച്ചു. അടുത്ത കമൻറ്റ് ദിൽസാഫ്. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, ഇന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്. 2 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. നെച്ചിക്കാട് പാപ്പൻ്റെ പേരിൽ യാസീനും ബൈത്തും ചൊല്ലിയിരുന്നു. മറിയം സൂറത്ത് ചൊല്ലിയിരുന്നു. കഴിയുന്നത്ര ദിക്റുകളും ദുആയും ഒക്കെ ചെയ്തിരുന്നു. ഇൻഷാ അല്ലാഹ് നാളെ ഹോസ്പിറ്റലിൽ പോവും. ഇനി അങ്ങോട്ടും ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാനും സ്വാലിഹായ സന്താനം ജനിക്കാനും എല്ലാവരും ദുആ ചെയ്യണം. ഇക്ക ഇടുന്ന വീഡിയോസിലെ പോസിറ്റീവ് കമൻ്റാണ് എന്നെ വീണ്ടും അള്ളാഹുവിലേക്ക് അടുപ്പിച്ചത്. അടുത്ത കമൻറ്റ് ഫാത്തിമ ജാബിൻ. ഞാൻ ഇന്നലെ ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്. 25-ന് സ്കാനിംഗ് ആണ്. കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തണം. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും പടച്ചവൻ നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. അടുത്ത കമൻറ്റ് ഹാജറ MV. അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഒപ്പം നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നു. ഒരുപാട് സഹായകമായി നിങ്ങളുടെ ടിപ്സ്. ഇപ്പോൾ ഞാനും ഗർഭിണിയായി. അടുത്ത കമൻറ്റ് ഹംസക്കുട്ടി മൊഴിയോട്ടിൽ. ഇക്ക അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നലെ ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്. അൽഹംദുലില്ലാ, 4 വർഷമായി മാരേജ് കഴിഞ്ഞിട്ട്. ഇക്കാക്ക് കൗണ്ട് കുറവായിരുന്നു. നെച്ചിക്കാട് ബൈത്ത് പതിവാക്കിയിരുന്നു. യാസീനും ഫാത്തിഹയും ഓതിയിരുന്നു. 1,00,000 ഇസ്തിഗ്ഫാർ നേർച്ചയാക്കി ചൊല്ലാൻ തുടങ്ങി. ഇനി അങ്ങോട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ദുആ ചെയ്യണം. മക്കളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യും, ഉസ്താദിനും കുടുംബത്തിനും. അടുത്ത കമൻറ്റ് ജാസിം കെ ജാസി. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും പോസിറ്റീവ് റിസൾട്ട് വന്നു. ഇനി എല്ലാം റാഹത്താവാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. അടുത്ത കമൻറ്റ് മലപ്പുറം മുഞ്ചി എന്ന ഐഡിയിൽ നിന്നും. അൽഹംദുലില്ലാ, എനിക്കും പോസിറ്റീവ് ആയിക്ക. നെച്ചിക്കാട് ബൈത്തും അസ്തഗ്ഫിറുല്ലാ, തഹജ്ജുദ് നിസ്കാരം ഇവയൊക്കെ ചെയ്തിരുന്നു. ഒരുപാട് സന്തോഷം. ഇനി അങ്ങോട്ട് പ്രോബ്ലം ഒന്നും ഇല്ലാതെ സ്വാലിഹായ കുഞ്ഞിനെ കിട്ടാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അടുത്ത കമൻറ്റ് മുബീന റഫീഖ്. അൽഹംദുലില്ലാ, ഇക്ക എനിക്കും പോസിറ്റീവ് കിട്ടി. മാഷാ അല്ലാഹ്, ഇക്ക പറഞ്ഞതുപോലെ നെച്ചിക്കാട്ട് ബൈത്ത് ചൊല്ലി കുൽഹു അല്ലാഹു ഓതി നിസ്കരിച്ചു. ദുൽഹജ്ജ് നോമ്പ് 9-ന് എടുത്തു. റബ്ബ് എനിക്കും തന്നു. അൽഹംദുലില്ലാ, ഇക്കാക്കും കുടുംബത്തിനും ഹൈറും ബർക്കത്തും തരട്ടെ. എന്നെപ്പോലെ പോസിറ്റീവ് റിസൾട്ട് കാത്തിരിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് ആക്കി കൊടുക്കട്ടെ. ആമീൻ.
അടുത്ത കമൻറ്റ് മുഹമ്മദ് നസീർ, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, ഇക്ക ഞാനും ഗർഭിണിയായി. എനിക്ക് 2 മക്കളുണ്ട്. ചെറിയ മോന് 12 വയസ്സായി. എനിക്ക് വയസ്സ് 34. ഞാൻ ദുബായിലാണ്. എനിക്ക് 3 വർഷമായി PCOD ഉണ്ട്. കഴിഞ്ഞ വർഷം വരെ ഞാൻ മരുന്ന് കുടിച്ചിരുന്നു. കഴിഞ്ഞ വർഷം 2 പ്രാവശ്യം ഞാൻ ഗർഭിണിയായി. അത് രണ്ടും അബോർഷനായി. ഞാൻ ഇക്കാൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് 7 മാസമായി. മരുന്നുകളെല്ലാം ഞാൻ ഒഴിവാക്കി. ഫോളിക് ആസിഡ് കഴിച്ചിരുന്നു. ഇക്ക പറഞ്ഞതുപോലെ എൻ്റെ വെയിറ്റ് ഞാൻ കുറച്ചു. 64 കിലോ ആയിരുന്നു, ഇപ്പോൾ 56 കിലോ. അള്ളാഹു തആല ഹൈറാക്കി തരട്ടെ. അടുത്ത കമൻറ്റ് മുഹ്സിന ഷഫീഖ്, അൽഹംദുലില്ലാ, ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്. ഇക്കാടെ ചാനൽ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു. നെച്ചിക്കാട് ബെയ്ത്ത് ഞാൻ എന്നും ചൊല്ലുമായിരുന്നു. 2 യാസീനും മോദി. അൽഹംദുലില്ലാ, എൻ്റെ ദുആ അള്ളാഹു സ്വീകരിച്ചു. മക്കളില്ലാത്ത എല്ലാവർക്കും അള്ളാഹു മക്കളെ കൊടുക്കട്ടെ, ആമീൻ. എനിക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ് മുർഷിദ, അൽഹംദുലില്ലാ, ഞാൻ ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്. ഞാൻ ഈ ചാനൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് 8 മാസമാവുന്നു. 2ാം തവണയാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. 3 മാസം മുന്നേ ആയിട്ട് അബോർഷൻ ആയതാണ്. ഇനി അബോർഷൻ ഇല്ലാതെ നിൽക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. അള്ളാഹു തആല ഹൈറാക്കി തരട്ടെ. അടുത്ത കമൻറ്റ് മൈ ലിറ്റിൽ ഏഞ്ചൽ, അൽഹംദുലില്ലാ, എത്ര പറഞ്ഞാലും മതി വരൂല. ഞാൻ നെച്ചിക്കാട് ബെയ്ത്ത് ചൊല്ലാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ ഈ ചാനൽ നമുക്ക് എല്ലാവർക്കും ഒരു പോസിറ്റീവ് വൈബ് തരുന്നുണ്ട്. അൽഹംദുലില്ലാ, ഞാൻ ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്. എല്ലാവരും ദുആ ചെയ്യണം. ഞാനും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. അടുത്ത കമൻറ്റ് നജ്മ ഷിഹാബ്, അൽഹംദുലില്ലാ, എനിക്ക് പോസിറ്റീവാണ്. 10 വർഷമായി മാരേജ് കഴിഞ്ഞിട്ട്. PCOD ആണ്. ആയുർവേദിക് മെഡിസിൻ കഴിക്കുന്നുണ്ട്. ഇക്ക പറഞ്ഞ എല്ലാ ടിപ്സും ചെയ്തു നോക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ സീഡ് സൈക്ലിങ്, കറുത്ത മുന്തിരിയിട്ട വെള്ളം, എള്ളും ശർക്കരയും കഴിക്കുന്നു. ഇത് ഇത്ത പറഞ്ഞ് തന്നതാണ് ചെയ്യാൻ. എല്ലാ നമസ്കാര ശേഷവും 7 ഫാത്തിഹ ഓതിയുള്ള ദുആ ചെയ്യും. അലം നശ്റഹ് ചൊല്ലിയുള്ള ഇശാ നിസ്കാര ശേഷം ചെയ്യാനുള്ളത് 41 ദിവസം ആയിട്ടില്ല. അതിനു മുമ്പ് തന്നെ റിസൾട്ട് പോസിറ്റീവായി. നെച്ചിക്കാട് ബെയ്ത്തും മുടങ്ങാതെ ചൊല്ലി. ദുൽഹജ്ജിൽ ഇക്ക പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. അള്ളാഹു തആല നിലനിർത്തി തരട്ടെ. അടുത്ത കമൻറ്റ് നാസി ദത്ത്, അൽഹംദുലില്ലാ, എനിക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടി. ഞാൻ സോക്സ് ധരിച്ചിരുന്നു, ലെഗപ്പ് വാൾ ചെയ്തിരുന്നു, ഇറഗുലർ പീരിയഡ് ആയിരുന്നു. അതുകൊണ്ട് കയഞ്ചിക്കുരു കഴിച്ച ഉടനെ ആണ് പ്രഗ്നൻസി പോസിറ്റീവ് റിസൾട്ട് കിട്ടിയത്. ഓവുലേഷൻ ടൈമിൽ അവോക്കാഡോ, പൈനാപ്പിൾ കോറി എന്നിവ കഴിച്ചിരുന്നു. ഇസ്തിഗ്ഫാർ 1 ലക്ഷം ചൊല്ലി കഴിഞ്ഞ ഉടനെ അൽഹംദുലില്ലാ നല്ല റിസൾട്ട്. നെച്ചിക്കാട് ബെയ്ത്ത് ഓർമ്മയുള്ളപ്പോഴൊക്കെ ചൊല്ലിയിരുന്നു. ഇക്കയുടെയും ഇത്തയുടെയും ടിപ്സ് ഒക്കെ വളരെ ഉപകാരപ്പെട്ടിരുന്നു. ഇനിയും ഒരുപാട് എഴുതാനുണ്ട്, എന്നാലും മടുപ്പിക്കുന്നില്ല. അൽഹംദുലില്ലാ, അള്ളാഹു തആല ഹൈറാക്കി തരട്ടെ. അടുത്ത കമൻറ്റ് റൈസ്, അൽഹംദുലില്ലാ, ഞാനും ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്. വലിയുല്ലാഹി കയ്പമംഗലം ഉസ്താദിൻ്റെ പേരിൽ യാസീന്, നെച്ചിക്കാട് ബെയ്ത്ത് എല്ലാം ചൊല്ലി. ഇസ്തിഗ്ഫാർ 1 ലക്ഷം ചൊല്ലി. നാളെ ഡോക്ടറിനെ കാണിക്കാൻ പോകണം, ഇൻഷാ അല്ലാഹ്. അള്ളാഹു തആല ഹൈറാക്കി തരട്ടെ. അടുത്ത കമൻറ്റ് റിൻഷാന ഷമീർ, അസ്സലാമു അലൈക്കും ഇക്ക, എനിക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടി. എന്നും ഇക്കയുടെ വീഡിയോസിൽ കമൻറ്റാണ് ഞാൻ കൂടുതൽ നോക്കാറ്. ബിക്കോസ് പോസിറ്റീവ് പറയുന്നവരെ അറിയാൻ എനിക്കും PCOD ഉണ്ട്. മാരേജ് കഴിഞ്ഞിട്ട് 1.5 വർഷമായി. അള്ളാഹു തആല ഹൈറാക്കി തരട്ടെ. അടുത്ത കമൻറ്റ് സൽമാൻ ദുൽഖർ, അൽഹംദുലില്ലാ, ഇക്ക ഞാൻ പ്രഗ്നൻ്റ് ആണ്. എനിക്ക് 2 പെൺകുട്ടികൾ ആൻഡ് മാഷാ അല്ലാഹ് 2 പെൺകുട്ടികളുണ്ട്, മാഷാ അല്ലാഹ്. മൂത്ത മോൾക്ക് 11 വയസ്സും ഇളയ മോൾക്ക് 9 വയസ്സുമായി. ഇക്ക പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇക്ക എനിക്ക് ഒരു മോനാവാൻ ഞാൻ എന്താണ് ദുആ ദിക്ർ ചെയ്യേണ്ടത്? യാ അവ്വലു യാ അല്ലാഹ് എന്നുള്ളത് പതിവാക്കുക, ഇൻഷാ അല്ലാഹ്. അള്ളാഹു തആല ഹൈറാക്കി തരട്ടെ. അടുത്ത കമൻറ്റ് ഷബാന ഷെരീഫ്, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ മാസം ഞങ്ങൾക്കും പോസിറ്റീവാക്കി തന്നു. PCOD ഉണ്ടായിരുന്നു. 6 മാസം PCOD മെഡിസിൻ എടുത്തു. മാരേജ് കഴിഞ്ഞ് കറക്റ്റ് 1.25 കൊല്ലം ആയപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പോസിറ്റീവായി. ആഗസ്റ്റ് 10 ടെസ്റ്റ് ചെയ്തു. ഈ ചാനൽ ഞാൻ കുറേ നാളായിട്ട് നോക്കുന്നുണ്ട്. എല്ലാ വീഡിയോസും ഇരുന്ന് കാണും. എനിക്ക് പറ്റുന്ന ദിക്ർ ഒക്കെ ഞാൻ എഴുതി വെച്ച് ഇരുന്ന് ചൊല്ലാറുണ്ട്. കയഞ്ചിക്കുരു പൊടിച്ച് കുരുമുളകും തേനുമായിട്ട് 42 ദിവസം ഫോളോ ചെയ്തു. PCOD ഉണ്ടെങ്കിലും 33-35 ദിവസത്തിനുള്ളിൽ ഡേറ്റ് ആകും. നോർമലായി. ഡേറ്റ് ആകാതെ ഇരുന്നപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തതാണ്. അള്ളാഹു ഞങ്ങൾക്കും പോസിറ്റീവാക്കി തന്നു, അൽഹംദുലില്ലാ. അള്ളാഹു തആല ഹൈറാക്കി തരട്ടെ. അടുത്ത കമൻറ്റ് ഷഫ്ന ഫർഷാദ്, അൽഹംദുലില്ലാ, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്. 2ാമത്തെ പ്രഗ്നൻസിയാണ്. എനിക്കൊരു 4 വയസ്സായ മോനുണ്ട്. നെച്ചിക്കാട് ബെയ്ത്ത് ഞാൻ ഓതിയിരുന്നു. അതുപോലെ ഇക്ക പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നു. ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുടിച്ചിരുന്നു. അള്ളാഹു ഇക്കാക്ക് ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, ആമീൻ. അടുത്ത കമൻറ്റ് ഷഫ്ന സിയാദ്, മാഷാ അല്ലാഹ്, ഇക്ക ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവ് റിസൾട്ട് കിട്ടി, മാഷാ അല്ലാഹ്. ഇനി മുന്നോട്ട് നല്ലപോലെ പോകുവാൻ എല്ലാവരും ദുആ ചെയ്യണം. നെച്ചിക്കാട് ബെയ്ത്ത് നിസ്കാരം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു. എല്ലാവർക്കും വേണ്ടി ഞാനും ദുആ ചെയ്യാം. അടുത്ത കമൻറ്റ് ഷഹാന സൈൻ,
ഇക്ക ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്, അൽഹംദുലില്ലാ. ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇക്കാടെ ടിപ്സും പലതും. നെച്ചിക്കാട് ബെയ്ത്ത് ചൊല്ലിയിരുന്നു, മറിയം സൂറത്തും ഇസ്തിഗ്ഫാറും ഒക്കെ ചെയ്തു, ഫത്ഹ് സൂറത്ത് ഈത്തപ്പഴത്തിൽ ഊതി ഈ മാസം കഴിച്ചു, അത്തിപ്പറ്റ ഉസ്താദിൻ്റെ പേരിൽ യാസീൻ ഓതി ദുആ ചെയ്തിരുന്നു. അങ്ങനെ ഒരുവിധം കഴിയുന്നതൊക്കെ ചെയ്തിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ ചാനൽ എല്ലാവരും ഫോളോ ചെയ്തോളൂ, തീർച്ചയായും ഫലമുണ്ടാകും. ഇക്കാക്കും കുടുംബത്തിനും അള്ളാഹു നല്ലത് മാത്രം വരുത്തട്ടെ. ഇൻഷാ അല്ലാഹ് കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഒക്കെ ഹൈറാവാൻ വേണ്ടി ദുആ ചെയ്യണം. 4 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അടുത്ത കമൻറ്റ് ഷാലിബ ഷാലി, അൽഹംദുലില്ലാ ഇക്ക ഇന്ന് ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്. PCOD ഉണ്ടായിരുന്നു, ഇക്കാൻ്റെ ചാനൽ കാണാറുണ്ടായിരുന്നു, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എല്ലാവർക്കും അള്ളാഹു സ്വാലിഹായ മക്കളെ തരട്ടെ, ആമീൻ. അടുത്ത കമൻറ്റ് ഷമീന കമർ, അൽഹംദുലില്ലാ ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്. ഈ ചാനൽ ഇക്കയും ഒരുപാട് ഹെൽപ്പ് ചെയ്തു, നന്ദിയുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം ഞങ്ങൾക്ക് സ്വാലിഹായ കുഞ്ഞുണ്ടാവാൻ. അടുത്ത കമൻറ്റ് ഷാന ഷഫി, അൽഹംദുലില്ലാ ഞാൻ ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്. ചാനൽ 6 മാസമായി ഫോളോ ചെയ്യുന്നു. 2ാമത്തെ കുട്ടിക്ക് വേണ്ടിയായിരുന്നു, കൗണ്ട് കുറവായിരുന്നു, അൽഹംദുലില്ലാ. നെച്ചിക്കാട്ട് ബെയ്ത്ത് കുൽഹു അല്ലാഹു ഓതിയുള്ള നിസ്കാരം, മറിയം സൂറത്ത് എന്നും നൈറ്റിലോതും, നിസ്കാര ശേഷം ഇസ്തിഗ്ഫാർ 100 വട്ടം ചൊല്ലും. ഈ ചാനലിലുള്ള എല്ലാവർക്കും പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്കുണ്ടായത്. ഇക്കാക്കും ഫാമിലിക്കും അള്ളാഹു നല്ലത് വരട്ടെ, ആമീൻ, അൽഹംദുലില്ലാ. അടുത്ത കമൻറ്റ് ഷർഫി, അൽഹംദുലില്ലാ ഞാൻ പ്രഗ്നൻ്റായി, 7 വർഷം കഴിഞ്ഞു മാരേജ് കഴിഞ്ഞിട്ട്. PCOD ഉണ്ടായിരുന്നു, ഇപ്പോൾ 6 മന്ത് കഴിഞ്ഞു. ഈ ചാനൽ ഒരുപാട് ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. മക്കളില്ലാത്ത എല്ലാവർക്കും അള്ളാഹു സ്വാലിഹായ മക്കളെ നൽകട്ടെ. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. ഇതിൽ കാണുന്നത് പോലെ നെച്ചിക്കാട് ബെയ്ത്ത് 7 ദിവസം നോമ്പ് അങ്ങനെ ഓരോന്നും ചെയ്തു, അൽഹംദുലില്ലാ ഇപ്പോൾ എല്ലാം ഹൈറായി. ഇനി അങ്ങോട്ടും കുഴപ്പമൊന്നുമില്ലാതെ സ്വാലിഹായ ഒരു കുട്ടിയെ കിട്ടാൻ എല്ലാവരും ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ് ഷാഷാൻ എം, അസ്സലാമു അലൈക്കും. ഞാൻ ഈ ചാനൽ കാണാൻ തുടങ്ങിയിട്ട് 1 മാസം ആയിട്ടുള്ളൂ. ഇതിൽ ഞാൻ നെച്ചിക്കാട് ബെയ്ത്ത് ഓതിയിരുന്നു, പിന്നെ മറിയം സൂറത്ത് ഈ മാസം പോസിറ്റീവായി. യാസീന് ബെയ്ത്ത് ഇസ്തിഗ്ഫാർ ദിക്ർ നേർന്നിരുന്നു. ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ് സുമയ്യ കാപ്പന, അസ്സലാമു അലൈക്കും ഇക്ക. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 18 വർഷം കഴിഞ്ഞു. ഞാൻ ഈ ചാനൽ ഫോളോ ചെയ്തു. ഇപ്പോൾ ഞാൻ ഗർഭിണിയാണ്. ഞാൻ നെച്ചിക്കാട്ട് മാല ദിവസവും ചൊല്ലാറുണ്ട്. ഇപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. ഡോക്ടർമാർ പോലും എനിക്ക് വിധി എഴുതിയതാണ്, കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ്. നെച്ചിക്കാട്ട് മാല ഒരു ഭയങ്കര സംഭവം തന്നെ. മക്കളില്ലാത്ത എല്ലാവർക്കും സ്വാലിഹായ മക്കളെ കൊടുക്കട്ടെ, യാമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്ത കമൻറ്റ് തസ്ലീ സഫ്വാൻ, അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് എനിക്കും പോസിറ്റീവായി. 4 വർഷമായി മാരേജ് കഴിഞ്ഞിട്ട്. ഇനി അങ്ങോട്ട് ഒരു കുഴപ്പവുമില്ലാതിരിക്കാനും സ്വാലിഹായ ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാനും ദുആ ചെയ്യണം. കുട്ടികളില്ലാത്തവർക്കെല്ലാം അള്ളാഹു സ്വാലിഹായ മക്കളെ നൽകട്ടെ, ആമീൻ. അടുത്ത കമൻറ്റ് സുൽഫ ഷമ്മു, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ ഈ മാസം 13 ആവുമ്പോൾ 3 ഇയറായി. കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലായിരുന്നു. ഒരുപാട് സങ്കടത്തോടെ വർഷങ്ങൾ കഴിയവെയാണ് ഞാൻ ഉസ്താദിൻ്റെ ചാനൽ കാണുന്നത്, അതിൽ നെച്ചിക്കാട്ട് ഔലിയ ബെയ്ത്തിനെ കുറിച്ച് അറിയുന്നത്. 1 മാസം ഞാൻ അത് ഓതി, പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. പീരിയഡ്സ് ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഓതേണ്ട എന്ന്. പക്ഷേ എൻ്റെ മനസ്സ് പറഞ്ഞു നിർത്തണ്ട, ഇൻഷാ അല്ലാഹ് ഇത് തുടർച്ചയായി ഓതി അള്ളാഹു തരുമെന്ന്. അങ്ങനെ പിന്നെയും 1 മാസം ഓതി മനസ്സിൽ നിയ്യത്ത് കരുതിയാണ് ഓതിയത്. അൽഹംദുലില്ലാ എൻ്റെ റിസൾട്ടും പോസിറ്റീവായി. അള്ളാഹു മക്കളില്ലാതെ എല്ലാവർക്കും സ്വാലിഹ്യങ്ങളിൽപ്പെട്ട മക്കളെ നൽകട്ടെ, ആമീൻ. അറിവ് പകർന്നു തന്ന ഉസ്താദ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ 33 പേരുടെ കമൻറ്റുകൾ നമ്മൾ വായിച്ചു. അള്ളാഹു എല്ലാവർക്കും നിലനിർത്തി കൊടുക്കട്ടെ. സന്തോഷകരമായ ഗർഭകാലവും സുഖപ്രസവവും നൽകി അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഗർഭിണിയായവരോട് പറയാനുള്ളത്, നിങ്ങളെപ്പോലെ സന്തോഷം പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ ഇനിയും ഇവിടെ ഉണ്ടെന്നറിയാമല്ലോ. അവരെ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ ദുആകളിൽ ഒരിടം എപ്പോഴും അവർക്ക് നൽകണം എന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ ഈ ചാനൽ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന നിങ്ങളുടെ പരിചയത്തിലുള്ള എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.